ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രകാശ് ചേട്ടാ, എന്താ ഇത്? ഞാൻ എന്റെ മോനേക്കാളും കൂടുതൽ എടുത്തുകൊണ്ട് നടന്നവളാ. എന്റെ മോളവള്. സർ, ആരാ? ഞാൻ വിക്രം സാറിന്റെ ഡ്രൈവറാ. കാറുമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. അച്ഛാ, നമുക്കിറങ്ങാം. വർഷമോൾക്ക് സന്തോഷം കൊടുക്കാനായിട്ടാ നമ്മൾ ഒരുമിച്ച് വന്നത്. മനസ്സ് നിറയെ സന്തോഷമായിട്ട് അവളുടെ ലോകത്തേക്ക് പോയി. അവളില്ലാതെ ഒരു പിടി സങ്കടങ്ങളുമായിട്ട് നമ്മളും. അതെ അച്ഛാ, വാ പോവാം. മോനെ, മതി. യാത്ര പറച്ചിലും കരച്ചിലും പിഴിച്ചിലും ഒക്കെ പോയത് പോയി. എന്തിനാ ഡ്രൈവറുടെ അടുത്ത് കാർ കൊണ്ടുവരാൻ പറഞ്ഞു? ഞാൻ എന്റെ കാറിൽ വന്നോളാം. നമ്മളെല്ലാവരും കൂടെ ഒരു വണ്ടിയിലല്ലേ ഇങ്ങോട്ട് വന്നത്. ആ വണ്ടിയിൽ തന്നെ ഒരുമിച്ച് തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോ അവള് മാത്രമില്ല. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദൂരെങ്ങും പോയിട്ടുമില്ല. എന്നോട് പിണങ്ങി എവിടെ ഒളിച്ചിരിക്ക. കുട്ടികളെ കളിക്കുക അവള്. അവളെയും കൊണ്ടേ ഞാൻ തിരിച്ചു വരും. ഞങ്ങളുടെ പെങ്ങളവള്. അവളെവിടെയോ ഒളിച്ചു നിൽക്കുമായിരിക്കും. അവള് തിരിച്ചു വരും. വർഷ തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വിക്രമന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവും. തന്നെയുമല്ല, സാറിന്റെ PA ഇപ്പൊ വരും. ശരി. വണ്ടി എടുക്കടോ. പോയിട്ട് 100 കാര്യമുണ്ട്. പ്രകാശ് ചേട്ടാ, എന്താ ഇത്? ഞാൻ എന്റെ മോനേക്കാളും കൂടുതൽ എടുത്തുകൊണ്ട് നടന്നവളാ. എന്റെ മോളവള്. പ്രകാശ് ചേട്ടാ, വാ.
വിക്രം സാർ, എന്താ? ഞാൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. സാറിനോടൊന്ന് സംസാരിക്കാൻ. ആ. സർ, ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ റൂം വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. അതിന് നിങ്ങളും പോകണം. ഇനി നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ റൂമില്ല. അടുത്ത ബുക്കിംഗ് എടുത്തു കഴിഞ്ഞു. അവരുടനെ എത്തും. താൻ ആരാ ഇതൊക്കെ പറയാൻ? ഞാൻ ഇവിടുത്തെ മാനേജരാ. ഇറങ്ങി തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഏടാ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. എനിക്ക് ഈ മാന്യതയൊക്കെ ഉള്ളൂ. ഞാൻ ആരാണെന്നറിയോ നിനക്ക്? നിന്നെ നിന്റെ മുതലാളി വിലയ്ക്ക് വാങ്ങാനുള്ള പണം എന്റെ ഉണ്ട്. ഇനി ഈ റിസോർട്ട് നിന്റെ മുതലാളിക്കുള്ളതല്ല, എന്റേതാ, ഈ വിക്രമിന്റേത്. എതിർക്കാൻ നിക്കല്ലേ. ഇവൻ ഉണ്ടാക്കുന്ന എഗ്രിമെന്റിൽ ഒപ്പുവെച്ചാ മാത്രം മതി. എതിർത്ത ഈ റിസോർട്ടിൽ തന്നെ വെള്ളം പുതപ്പിച്ച് കിടത്തും ഞാൻ. ഇങ്ങോട്ടാ. ഇപ്പൊ തന്നെ ഇവന്റെ മുതലാളിയെ വിളിക്കണം. അയാൾ ചോദിക്കുന്നതിൽ 5 ലക്ഷം അധികം കൊടുത്ത് റിസോർട്ട് എഴുതി വാങ്ങാനുള്ള നടപടികൾ ചെയ്തിരിക്കണം. സർ, ഇഷ്യൂ ഒന്നും ഉണ്ടാക്കരുത്. സാറൊന്നും വിചാരിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. മാനത്തെ കൊട്ടാ